ഹായ് വിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ യാദൃശികമായിട്ട് എത്തിപ്പെട്ട ഒരു സ്ഥലത്താണുള്ളത്. ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ 7 വർഷം പുറകോട്ടേക്ക് പോയി. കാരണം ഞാൻ ഈ 7ാം ക്ലാസ്സിൽ എനിക്ക് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 6ഓ 7ഓ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കളിക്കാത്ത കളിയൊന്നുമില്ല. അപ്പം യാദൃശികമായിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്കൊരു റോഡ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ജസ്റ്റ് പോയപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് എങ്ങനെയാണ് ഈ ഒരു ഏരിയ, അതായത് നമ്മൾ ലാസ്റ്റ് അന്ന് വന്നപ്പോഴുള്ള അതേ സെയിം സിറ്റുവേഷൻ ആണോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വന്ന് നോക്കിയതാണ്. അപ്പം ഇതാണ് ആ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്നെ അറിയപ്പെടുന്നത് പാണ്ടിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അറിയപ്പെടുന്ന ഒരു ഇത് തന്നെയാണ്. മെയിനായിട്ടും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ 2013 2014 ആ ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ബോട്ട് കണ്ട, ഇത് നമ്മൾ ഈ ഒരു സംഭവം അവിടെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കയറ് പിടിച്ച് വലിച്ചിട്ട് അപ്പുറത്തേക്ക് പോവുക. അങ്ങനെയാണ് ആ ഒരു ബോട്ട്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് വെറുതെ ഇതിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് പോവുക, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരിക. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ടൈമിൽ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു തൂണുണ്ടായിരുന്നു ഈ കയറിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്ങ് അവിടെ ഒരു തൂണുണ്ടായിരുന്നു. അപ്പം ചുമ്മാ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുക. അതുപോലെ തന്നെ വരുന്ന ടൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉച്ച സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് നമ്മളെ ഫ്രണ്ടുമായിട്ട് അപ്പുറത്തേക്ക് പോവുക, അപ്പുറത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഒറ്റക്കാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക. അങ്ങനെ കളിക്കാത്ത കളിയൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ നട്ടുച്ച സമയത്ത് ഇവിടുന്ന് കുളിക്കുക, എന്താ മേത്ത് വെള്ളം ചിന്തിക്കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. അങ്ങനെ കുറേ കളി നമ്മൾ ആ ഒരു ടൈമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അത്ര വലിയ മാറ്റമല്ല, മെയിനായിട്ടും ഈ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മാത്രം തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്കൊരു പാത്തുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്നൊക്കെ നമ്മൾ വെള്ളത്തിലിറങ്ങിയിട്ട് ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ ആ ഒരു ഉച്ച സമയത്ത് കുളിച്ചിട്ടൊക്കെ പോവുക. എന്നിട്ട് വീട്ടിൽ നിന്നൊക്കെ മുഖമൊക്കെ കറുത്ത് കണ്ടു കഴിഞ്ഞാൽ പറയുക കുളിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അതൊക്കെ ആ ഒരു ടൈം, അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ്. ഈ ഒരു ബോട്ടിൻ്റെ അവസ്ഥ നോക്കാന്നുണ്ടെങ്കിൽ ഒരു ദയനീയമായ ഒരു അവസ്ഥ. ആ ഒരു ടൈറ്റാനിക് വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെ അതിൻ്റെ ആകാമെല്ലാം നോക്കിയാൽ ഫുള്ള് ഓട്ടയൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതിനെക്കൊണ്ട് മെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുമ്പോൾ പിള്ളേർ പോയി കളിക്കുമ്പോൾ തന്നെ ആ ടൈമിൽ നമ്മൾ ചെറിയ പിള്ളേരല്ല. അപ്പം ആ ഒരു ടൈമിൽ പോയി കളിക്കുമ്പോൾ തന്നെ വലിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല ചീത്തയും കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കൊണ്ട് അതിൽ നമ്മൾ വലിക്കുന്ന കയറ് ഇതിനകത്ത് ഇട്ടിട്ടില്ലെങ്കിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് കുടുങ്ങിപ്പോവും. അപ്പം ഒരിക്കൽ അങ്ങനെ കുടുങ്ങിപ്പോയിട്ട് നമ്മൾ മെല്ലനെ സ്കൂട്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിന് പിന്നെ നമ്മൾ വീണ്ടും വന്നേരം വലിയ ആൾക്കാർ വന്നിട്ട് നമ്മൾ ഓട്ടിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇപ്പോൾ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ആ ഒരു ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണുന്ന അവിടെ ഒരു ചെറിയൊരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കയറിയിട്ട് ഇളനീർ പറിച്ച് കഴിക്കുക. നല്ല രസമുള്ള ഒരു പരിപാടി തന്നെയാണ് ആ ഒരു ടൈം. ശരിക്കും ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും ആ ഒരു 2013 2014 കാലയളവിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടേക്ക് പോയി. പിന്നെ മാത്രമല്ല ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നടന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
അവിടെ ഒരു ഫാമുണ്ട്. അതായത് ഈ മീനൊക്കെ വിൽക്കുന്ന, അതായത് വളർത്തുന്ന മീൻ, ഗോൾഡൻ ഫിഷ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് മീനൊക്കെ വളർത്തുന്ന ഒരു ഫാം ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് വെറുതെ കാണുക, അത് കണ്ടിട്ട് ഇപ്പുറത്തേക്ക് വരാം. ഒരു രസമുള്ള പരിപാടി തന്നെയാണ്. എന്തായാലും ഈ ഒരു നല്ലൊരു കാറ്റ് തന്നെയുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പഴയ കാലത്തേക്ക് പോകുന്ന ഒരു ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും അടിപൊളി. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. കാര്യമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഓർമ്മ. വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ആ ഒരു ഓർമ്മയിൽ ഇത് അങ്ങനെ ആ ഒരു വീഡിയോ അങ്ങനെ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാനിങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഴയ കാലത്തേക്ക് ആ ഒരു ടൈമിലേക്ക് പോകുന്ന അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.